ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ വേനൽ ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ള 2 തരത്തിലുള്ള കുലുക്കി സർബത്താണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ കുലുക്കി സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് സബ്ജ സീഡാണ്. അപ്പോൾ കസ്കസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണിത്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് കുതിർത്തെടുക്കണം. ഒരു 5 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വെച്ചിരുന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്കൊന്ന് ചേർത്തേക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും ഇങ്ങനെ പെരുകി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് അത്യാവശ്യം ഇതുപോലെ നമ്മൾ 2 ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിലും തീരെ ചെറിയ ബൗൾ എടുക്കരുത്. അത്യാവശ്യം വലിയ ബൗളിൽ തന്നെ നമ്മളൊന്ന് ചേർത്തേക്കണം. ഒരു 5-6 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ കണ്ടാൽ നമ്മളിങ്ങനെ പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ അതിങ്ങനെ കുതിർന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെയൊന്ന് ഇരിക്കട്ടെ. നമ്മുടെ ഈ സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബോട്ടിലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതുപോലെ സ്റ്റീലിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു വട്ടപാത്രം ആണെന്നുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല. അതിനൊരു അടപ്പ് വേണം, അതൊന്ന് അടച്ചു വെക്കാനായിട്ട്. കാരണം നമ്മളത് കുലുക്കി എടുക്കേണ്ടതാണ്. അതിന് വേണ്ടി മാത്രം മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു കപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കുലുക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിനിപ്പോൾ അടപ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതിലാണ്, അതായത് ഇങ്ങനെ സർബത്തൊക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് സർബത്ത്. ഒരു ഗ്ലാസ് സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ, അത്യാവശ്യം വലിയ നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വേണം എടുക്കാനായിട്ട്. അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ കസ്കസാണ്. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ആയിട്ട് ഇതാ കുതിർത്ത് വെച്ചിരിക്കുന്ന എല്ലാം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയും കൂടിയാണ്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കൊടുക്കാനാണ് നമ്മളൊരല്പം പുതിനയില ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരല്പം മാത്രം ഇഞ്ചിയുടെ ജ്യൂസും കൂടിയാണ്. ഇഞ്ചി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും. അങ്ങനെ മിക്സിയിലിട്ട് അടിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഒരല്പം മാത്രമേ, ഒരു ഗ്ലാസ്സിലേ ഉള്ളൂ, വളരെ കുറച്ച് മതിയാവും. കൂടെ തന്നെ ഇതുപോലെ ഒരു 2 പീസ് അളവിൽ നാരങ്ങയും കൂടി നമുക്ക് വേണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നാരങ്ങ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഞാനിപ്പോൾ ഇതുപോലെ 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സർബത്തിൻ്റെ മെയിനായിട്ടുള്ള പച്ചമുളകും കൂടി ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം വന്നിട്ട് ചെറുതായിട്ടൊന്ന് വകന്നു കൊടുത്തിട്ടേ ഉള്ളൂ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് 2 പച്ചമുളക് ചേർക്കുന്നത്. ഒരല്പം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ അറ്റം ചെറിയ രീതിയിൽ ഒന്ന് വകന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരുപാട് എരിവ് ഇതിലേക്ക് ഇറങ്ങില്ല, അതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഉപ്പും കൂടി, അതും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. നമ്മുടെ തണുപ്പിനനുസരിച്ചിട്ടുള്ളത് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം നമ്മളിതുപോലെ ഒന്ന് കുലുക്കിയെടുത്താൽ മതിയാവും. ഞാൻ പറഞ്ഞതുപോലെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിതുപോലെ കുലുക്കിയെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ വേണമെന്നൊന്നും ഒരു ആവശ്യമില്ല. 30 സെക്കൻഡിന് ശേഷം പിന്നീട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ടാവും. ഇത് ഉടൻ തന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് ഉടൻ തന്നെ നമ്മളതൊന്ന് കുടിച്ചേക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നാരങ്ങ വെള്ളം നമുക്കങ്ങനെ മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റില്ല. എപ്പോഴും നമ്മളത് തയ്യാറാക്കിയ ഉടനെ തന്നെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമ്മുടെ അടുത്ത സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ പകുതി അളവിലെ നാരങ്ങയുടെ ജ്യൂസാണ്, അത് ചേർക്കാൻ. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയും കൂടിയാണ്, അതും ചേർക്കാം. കൂടെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കസ്കസ് കൂടി. ഇനി
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പീസ് അളവിൽ നാരങ്ങയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി. പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസും കൂടിയാണ്. ഒരു 1/4 കപ്പിൽ നിന്ന് അല്പം കൂടി കുറവായിട്ട് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഒരുപാട് ജ്യൂസിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ. കൂടെ തന്നെ കുറച്ച് ഗ്രേപ്സിൻ്റെ തൊലി ഒന്ന് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും കൂടിയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് 30 സെക്കൻഡ് നന്നായിട്ട് ഇതൊന്ന് കുലുക്കിയെടുക്കാം നമുക്ക്. നന്നായിട്ടൊരു 30 സെക്കൻഡ് നമ്മളിതൊന്ന് കുലുക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേപ്പ് കുലുക്കി സർബത്ത് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള സർബത്താണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ 2 സർബത്തും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും, കൂടെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. വീണ്ടും നല്ല ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.